ഹായ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി കേട്ടാ. ഇന്ന് പ്രൊഫൈൽ ഇത് വരച്ച് കഴിഞ്ഞ് കട്ടിങ് കാര്യങ്ങളാണ്. അപ്പോൾ കുറെ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് പ്രൊഫൈലിന്റെ റേറ്റ് എങ്ങനെയാണ് എടുക്കണേന്നൊക്കെ. അപ്പോൾ നമ്മൾ എടുക്കണ ഒരു രീതി പറഞ്ഞുതരാം. നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല, താല്പര്യമുള്ളവർക്ക് പറയാം. പ്രൊഫൈല് എങ്ങനെയാ സ്ക്വയർ ഫീറ്റ് എടുക്കാന്നാണ് ഓരോരുത്തരും ചോദിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രൊഫൈൽ എന്ന വർക്ക് നമുക്ക് സ്ക്വയർ ഫീറ്റിൽ എടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു വീട്ടിൽ എങ്ങനെയാണോ ചെയ്യണത് ആ ഒരു ഡിസൈനെ സംബന്ധിച്ചിരിക്കും അതിൻ്റെ പൈസയും കാര്യങ്ങളും. നമുക്കത് എത്ര പണി വരും എന്നറിയണം. അങ്ങനെ ഒരു മൊത്തം എമൗണ്ട് ആണ് നമുക്ക് ഇതിൽ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങളൊക്കെ ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും നമുക്ക് കിട്ടുന്ന വർക്കുകളുടെ പ്രൊഫൈലുകളാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. സെപ്പറേറ്റ് പോയി പ്രൊഫൈല് നമ്മൾ അങ്ങനെ വല്ലാണ്ട് ചെയ്യാറില്ല. ഒന്നോ രണ്ടോ കേസ് അങ്ങനെ വന്നെങ്കിലുള്ളൂ. അപ്പോൾ നമ്മളതൊക്കെ നമ്മളങ്ങനെ മൊത്തം ഒരു കരാറിൽ പെടുത്തിയിട്ടാണ്. അപ്പോൾ നമ്മളൊരു സ്ക്വയർ ഫീറ്റ് റേറ്റും അല്ല. എന്നിരുന്നാലും എനിക്കുള്ളൊരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ പ്രൊഫൈലിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ കണ്ടമാനം പണി വരുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ ആ വർക്ക് എങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം അനുസരിച്ച് എത്ര ഡിസൈൻ വരും, എത്ര പണി വരും, അതിൽ നമുക്ക് എത്ര ലാഭം വേണം, അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാത്രമാണ് പ്രൊഫൈലിൻ്റെ വർക്ക് കാര്യങ്ങൾ പറയാനുള്ളത്. ഇവിടെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടമാനം പ്രൊഫൈലുണ്ട്. അപ്പോൾ അതിൽ നമ്മളോട് ചോദിച്ചിരുന്നത് എങ്ങനെയാണ് DC വയറും കാര്യങ്ങളും ഇടാൻ, അതിൻ്റെ ഡ്രൈവൊക്കെ എവിടെയാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു സ്ക്വയർ പ്രൊഫൈലാണ്. വലിയ ഡിസൈനും കാര്യങ്ങളൊന്നുമില്ല. അടിയിൽ നല്ല അടിപൊളി ഡിസൈൻ ഇടാം. അപ്പോൾ ഇതിന് നമ്മൾ DC വെച്ചാണ് വേണ്ടത്. 2 DC വയറാണ്. ഏകദേശം ഒരു 10 മീറ്ററിൻ്റെ അടുത്തത് വരുന്നുണ്ട്. അപ്പോൾ ഈ സെൻറ്ററിലേക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 2 DC വയറ എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഔട്ട് സൈഡ് ഒരു സിൻഡെക്സ് ബോക്സ് വെച്ച് അതിൽ നമ്മൾ എയർ പാസിങ്ങിനുള്ള എയർ സർക്കുലേഷനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് ഔട്ട് സൈഡാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഒട്ടുമിക്ക സാധനങ്ങളും നമ്മൾ പരമാവധി നമ്മൾ ഔട്ട് സൈഡാണ് വെക്കുക. ഇവിടെ ഈ കബോർഡിൽ തീരെ പറ്റാത്ത സൈഡിലാണ് നമ്മൾ കബോർഡും കാര്യങ്ങളൊക്കെ വെക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ റേറ്റ് നമ്മൾ പറഞ്ഞ പോലെ ഇങ്ങനെയാണോ നമുക്ക് ആ പണി വരുന്നത് ആ പണീനനുസരിച്ചിട്ട് നമ്മുടെ വർക്ക് എത്ര വരുന്നത് വെച്ചിട്ട് ഒരു ഫിക്സഡ് റേറ്റ് നമുക്ക് ഇതിന് സ്ക്വയർ ഫീറ്റ് കണക്കിൽ പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ.